നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ 3 പ്രതികളെയും ഈ മാസം 27 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചത്. പ്രതികളായ അക്ഷിത, അലീന, അഞ്ജന എന്നിവരെ കോടതിയിൽ ഹാജരാക്കി. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് വിവരങ്ങൾ? വീണ, പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരശേഖരണം ആവശ്യമുണ്ട്. മൊഴികൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്. കൂടുതൽ ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ അതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പ്രതികളെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ആവശ്യമായിരുന്നു കസ്റ്റഡി അപേക്ഷയെ പോലീസ് പ്രധാനമായും കോടതിയെ അറിയിച്ചത്. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 3 ദിവസത്തേക്കാണ് പ്രതികളെ 3 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ അവരെ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. ഇനി വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും. 27-ാം തീയതി രാവിലെ 11 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. ഈ മാസം ഡിസംബർ 5 വരെയാണ് 14 ദിവസത്തേക്ക് കോടതി ഇവരെ റിമാൻഡ് ചെയ്തിരുന്നത്. കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിലായിരുന്ന പ്രതികളെ ഇന്ന് രാവിലെ കോടതിയിലേക്ക് എത്തിച്ചു. തുടർന്നാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് 3 ദിവസത്തെ കാലാവധിയിൽ 27-ാം തീയതി രാവിലെ 11 മണി വരെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, ഒപ്പം തന്നെ കൂടുതൽ ആളുകളുടെ ചോദ്യം ചെയ്യൽ ഒക്കെ ഉണ്ടാകും. കൂടുതൽ ആളുകളുടെ മൊഴികൾ രേഖപ്പെടുത്തുമ്പോൾ ഈ മൊഴികളുമായി ചേർത്ത് വെച്ചുകൊണ്ട് പ്രതികളുടെ ചോദ്യം ചെയ്യലുകളും നടക്കും. ഒപ്പം തന്നെ ഈ 3 പ്രതികളിൽ ഒരാളുടെ ലോഗ് ബുക്ക് കാണാതായ സംഭവത്തിൽ ദുരൂഹത തുടരുന്നുണ്ട് എന്നാണ് കോടതിയിൽ പോലീസ് നേരത്തെ ഇവരെ ഹാജരാക്കിയപ്പോൾ അറിയിച്ചിരുന്നത്. ഈ സംഭവത്തിന്റെ കൃത്യത പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. ഒപ്പം ഈ ഫോണുകളിലടക്കം, പ്രതികളുടെ മൊബൈൽ ഫോണുകളിലടക്കം തെളിവുകൾ ഇനിയും അവശേഷിക്കുന്നുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണം ആയിരിക്കും ഉണ്ടാവുക. ഒപ്പം കുടുംബം കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണം വേണം എന്നുള്ള ആവശ്യവും പോലീസിന് നേരെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആശുപത്രിക്കെതിരെ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും ഉണ്ടാവുക. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവരെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും. തുടർന്നുള്ള ദിവസങ്ങളിൽ പോലീസ് കസ്റ്റഡിയിൽ വിശദമായ ചോദ്യം ചെയ്യൽ, ഒപ്പം ABVP ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന വിദ്യാഭ്യാസ ബന്ദ് പൂർണ്ണമായിട്ട് തുടരുകയാണ്. ജുഡീഷ്യൽ അന്വേഷണമാണ് ABVP ആവശ്യപ്പെടുന്നത്. ഈ ചികിത്സാ പിഴവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ABVP ഉന്നയിക്കുന്നുണ്ട്. കുടുംബം ആരോപണം ഉന്നയിച്ച വിഷയം തന്നെയാണ് ഇത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ അമ്മുവിനെ കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ABVPയുടെ ആരോപണം. ആശുപത്രി ഉൾപ്പെടെ പരിധിയിൽ വരുന്ന ഒരു ജുഡീഷ്യൽ അന്വേഷണമാണ് ABVP ഈ വിഷയത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തത്. വീണ.